ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ചു. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയുടെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ വലിച്ചു നീട്ടാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയുടെ പാർട്ട് 3 വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് 5 ടിപ്സാണ് കേട്ടോ. അതായത് ഞാൻ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ച 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ബെറ്റർ ആക്കി എടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഈ ഒരു 5 ടിപ്സും കൂടി നമ്മൾ നമ്മുടെ സ്കിൻ കെയറിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോയാൽ നമുക്ക് നല്ല ബെറ്റർ ഗ്ലോയിങ് ബ്രൈറ്റൻഡ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പലരും ആ ഒരു കാര്യത്തിൽ മാത്രം അധികം മടി കാണിക്കുന്നവരാണ്. വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും. അപ്പോൾ അത് പാടില്ല. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ സ്കിൻ ബെറ്റർ ആക്കാനും അതുപോലെ തന്നെ നമ്മളെ ഹെൽത്തി ആക്കി വെക്കാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സ്കിന്നിന് മാത്രമല്ല നമ്മുടെ വയറിനും അത് നല്ലതാണ്. പലതരം അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു മാർഗം കൂടിയാണത്. ഞാനൊരു 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കുടിക്കാറുണ്ട്. അത് വെള്ളമായിട്ടോ ജ്യൂസായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്കതൊക്കെ കുടിക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ഒരു 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം ഡെയിലി നമ്മൾ വയറ്റിലാക്കിയിരിക്കണം. ഒരുപാട് പേരുടെ സ്കിന്ന് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. അത് ഡ്രൈ സ്കിൻ ആണെന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ അത് ഡ്രൈ സ്കിൻ അല്ല കേട്ടോ, അത് ഡീഹൈഡ്രേഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ സ്കിന്ന് കാണിക്കുന്ന ഒരു ചെറിയൊരു സൂചനയാണത്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്ന് ബെറ്റർ ആക്കാനും നമ്മുടെ ഹെൽത്തിന് ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അറിയാം. എന്നാലും ഞാൻ പറയാം. നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് അവോയ്ഡ് ഷുഗർ. നമ്മൾ പഞ്ചസാര, അതായത് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഫുഡ്സ് അങ്ങ് അവോയ്ഡ് ചെയ്തേക്കാം. കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും ബെറ്ററാണ്. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം. കൂടുതലായിട്ടും നമ്മൾ ലേഡീസാണ് ബ്യൂട്ടി ടിപ്സ് തപ്പി നടക്കുന്നത് അല്ലേ. ഏറ്റവും കൂടുതലായിട്ട് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. കുഞ്ഞു കുട്ടികളെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നമ്മൾ ലേഡീസാണ്. ഡയറി മിൽക്ക്, കിറ്റ്കാറ്റ്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട പലതരം ചോക്ലേറ്റ്സ് ഉണ്ടാവും. അതുപോലെ കേക്ക് ഐറ്റംസും കൂടുതലായിട്ട് കഴിക്കുന്നവർ നമ്മൾ ലേഡീസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല മധുരം ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷേ നമുക്കത് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ അതൊന്ന് കുറച്ച് കുറയ്ക്കുക. അത് നമ്മുടെ സ്കിന്ന് ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഈ പറയുന്ന എല്ലാ ടിപ്പുകളും നമ്മുടെ സ്കിന്നിന് മാത്രമല്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ നമ്മുടെ സ്കിന്നും ബോഡിയും എല്ലാം ബെറ്റർ ആക്കി വെക്കാനായിട്ട് പറ്റും. ഷുഗർ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക നമ്മുടെ ഫുഡിൽ നിന്ന് കേട്ടോ. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ ടിപ്പ് വന്നിട്ട് ധാരാളം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ നട്ട്സ് ഇവ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ മാക്സിമം നമ്മൾ ചവച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജ്യൂസ് അടിക്കാതെ പരമാവധി നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ അത് അങ്ങനെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ. അത് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വൈറ്റമിൻസിൻ്റെ കലവറയാണ് നമ്മൾ പച്ചക്കറികൾ എന്ന് പറയുന്നത്. അപ്പോൾ പലതരം പച്ചക്കറികളുണ്ടല്ലോ, കുക്കുംബറൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നത്. ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിൽ കഴിക്കുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ധാരാളമായിട്ട് നമ്മുടെ ഫുഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഡെയിലി ഇത് എല്ലാം കഴിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന്, ഇന്ന് ഫ്രൂട്ടാണ് കഴിക്കുന്നതെങ്കിൽ നാളെ ഏതെങ്കിലും വെജിറ്റബിൾ കഴിക്കുക, മറ്റന്നാൾ ഏതെങ്കിലും കുറച്ച് നട്ട്സ് കഴിക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ ഡേറ്റ്സ് ഉണ്ട്, അതുപോലെ കാഷ്യൂ, നമ്മുടെ ബദാം, അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ സ്കിന്ന് ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ഹെൽത്തിന് ഇതൊക്കെ നല്ലതാണ്. പ്രോട്ടീൻസ് ഉണ്ട്. ഫ്രൂട്ട്സിലാണെങ്കിൽ ഇഷ്ടം പോലെ വൈറ്റമിൻസ് ഉണ്ട്. വെജിറ്റബിൾസിൽ ഇഷ്ടം പോലെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ്. സ്കിന്നും ഹെൽത്തും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ നമ്മുടെ ഫുഡിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അവോയ്ഡ് ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നതും ഈ നേരത്തെ സ്വീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്.
പറ്റാവുന്ന ഒരു കാര്യമൊന്നും അല്ല, എങ്കിലും നമുക്ക് മാക്സിമം ശ്രമിക്കാം. അനാവശ്യമായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കി ഒരു കൊതിക്കൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നത് അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഡെയിലി ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആക്കും, നമ്മുടെ ഹെൽത്ത് ഡാമേജ് ആക്കും, നമ്മുടെ വയറും ഡാമേജ് ആക്കും. പലർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ പോലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക, എക്സസൈസസ് ചെയ്യുക, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫുഡ്സൊക്കെ നമ്മൾ നമ്മുടെ ഫുഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ എക്സസൈസസ് കൂടുതലായിട്ട് ചെയ്യുക. അതുവഴി നമുക്ക് നമ്മുടെ സ്കിന്ന് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത നമ്മുടെ 5ാമത്തെ ടിപ്പാണ് കേട്ടോ. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ടിരിക്കുക. മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ പ്രശ്നവും പരിഭവങ്ങളും ഉള്ള ആൾക്കാരാണ് ലേഡീസ് എന്ന് പറയുന്നത്. അതങ്ങനെയാണ്, ലൈഫ് അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ടിപ്പിൻ്റെ കൂട്ടത്തിലാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതായത് കമൻറ്റ് ബോക്സ് വഴി അല്ലാണ്ട് പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എടാ, എങ്ങനെയാണ് 3 മക്കളെ പ്രസവിച്ചല്ലോ, നീ എങ്ങനെയാണ് ഇങ്ങനെ നിൻ്റെ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്നെയൊക്കെ കണ്ടില്ലേ, ഇത്ര വയസ്സേ ആയിട്ടുള്ളൂ, ഒരു ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേന് തളച്ചിയെ പോലെ ആയി എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ ഹോർമോൺ ചേഞ്ചസ് നടക്കുന്നത് ലേഡീസിൻ്റെ ബോഡിയിലാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. പീരിയഡ്സിൻ്റെ ടൈമിൽ ഒരു ഹോർമോൺ ആയിരിക്കും, പ്രഗ്നൻസി ടൈമിൽ ഒരു ഹോർമോൺ ആയിരിക്കും, ഫീഡിങ് ടൈമിൽ മറ്റൊരു ഹോർമോൺ ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നത് നമ്മുടെ ലേഡീസിൻ്റെ ബോഡിയിലാണ്. നമ്മൾ അത് മനസ്സിലാക്കുക. അതിൻ്റെതായ ഡിഫറൻസ് നമ്മുടെ ബോഡി കാണിക്കും. അത് നമ്മുടെ സ്കിന്നിനെയും എഫക്റ്റ് ചെയ്യും. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിലാണ് എൻ്റെ സ്കിൻ ഏറ്റവും കൂടുതൽ ഡാമേജ് ആയിട്ടുള്ളത്. അതും എൻ്റെ മൂത്ത മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ, ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ എന്നെ കാണേണ്ട പോലെ ആയിരുന്നു. എന്നെ കാണുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അയ്യോ എന്താ പറ്റി, അയ്യോ ഇതെന്താ പറ്റി, അങ്ങനെയാണ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ബോഡി അങ്ങനെ ആയതുകൊണ്ടാണ്. ആ ഒരു ടൈമിൽ നമുക്ക് അങ്ങനെ ആയിരിക്കും, അതൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ സ്കിന്നിനെ ബെറ്റർ ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അവർ ടൈം എന്ന് പറഞ്ഞിട്ടൊരു ടൈം നമുക്ക് വേണ്ടി മാറ്റി വെക്കാം. അതായത് ഒരു ദിവസം 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. സ്കിൻ കെയർ ചെയ്യാൻ ആകെ ഒരു 10-15 മിനിറ്റ് മതി. അതല്ലാതെ നമുക്ക് വേണ്ടി പേഴ്സണലായിട്ടൊരു ടൈം മാറ്റി വെക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീഡിയോസ് കാണാനാണെങ്കിൽ അങ്ങനെ, മൂവി കാണാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പുറത്ത് പോകാനാണെങ്കിൽ അങ്ങനെ. അത് എന്താണോ നിങ്ങളുടെ ഇഷ്ടം അത് ചെയ്യുക. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ട്, ഇപ്പം എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് എടുക്കാനാണ്. വീഡിയോസ് എടുക്കുക, നിങ്ങളോട് സംസാരിക്കുക. അതുവഴി ഞാൻ എൻ്റെ ഹാപ്പിനെസ് അതിലൂടെ കണ്ടെത്തുന്നുണ്ട്. മൈ ടൈം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് ഈ ഒരു ടൈമാണ്. വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, അതൊക്കെ വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ അതിൽ സന്തോഷിക്കുന്നത് കൊണ്ട് ഞാൻ അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് കണ്ട് ഞാൻ അങ്ങനെ സന്തോഷിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഹസ്ബൻഡും ഞാനും എൻ്റെ 3 മക്കളും അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ സിംഗിളായിട്ടാണ് താമസിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലേ, വീട്ടിൽ ജോലികളുണ്ട്, മക്കളുടെ കാര്യങ്ങൾ നോക്കണം. മൂത്തവൻ LKG പഠിക്കുകയാണ്. അവൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവൻ്റെ പഠിപ്പിക്കൽ, അതിന് കൂടുതൽ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ് കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. എന്തിലാണോ നമുക്ക് സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ ചെയ്യുക. അതുവഴി നമുക്ക് നമ്മുടെ സ്കിന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ മൈൻഡിനെ കൂടി റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും ഫീഡ് ചെയ്യുന്ന അമ്മമാരൊക്കെ ആണെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് വേണ്ടി ഒരു ടൈം കണ്ടെത്തുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഈ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെയാണ്. പിന്നെ നമ്മളുടെ സ്കിൻ കെയറും കൂടി ഫോളോ ചെയ്യുക. ഈ 5 ടിപ്സും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും മതി. നമുക്ക് നമ്മുടെ സ്കിന്നിനെ ബെറ്റർ ആക്കാൻ പറ്റും, നമ്മുടെ മൈൻഡിനെ ബെറ്റർ ആക്കാൻ പറ്റും, നമ്മുടെ ഹെൽത്തിനെയും ബെറ്റർ ആക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സന്തോഷത്തോടെ അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത്. ചില വീഡിയോസൊക്കെ ലാഗ് ആക്കുന്നുണ്ട്, സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. ഞാനൊരു ബിഗിനറാണ്. സന്തോഷത്തോടു കൂടെ തന്നെ മനസ്സിലാക്കി ഞാൻ എൻ്റെ മിസ്റ്റേക്കുകൾ തിരുത്തി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നാലേ എനിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടും പറ്റുള്ളൂ. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.